വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാനുമായി രണ്ടാം ഘട്ട തെളിവെടുപ്പ് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ SN പുരത്തെ വീട്ടിൽ എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫ്വാൻ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ കിളിമാനൂർ പോലീസിന് അഫ്വാനെ കൈമാറുകയായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ അഫ്വാനുമായി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ വീട്ടിലെത്തിയപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഈ പോലീസിന് വിവരിച്ചു നൽകിയിട്ടുണ്ട്. അതായത് ആദ്യം ലത്തീഫിനെ എന്തുകൊണ്ട് കൊല്ലാമെന്ന് ആദ്യഘട്ടത്തിൽ ഈ അഫ്വാന് മനസ്സിലാക്കാൻ കാരണം ലത്തീഫ് നിരന്തരമായി കുറ്റപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ്. അതായത് 10 ലക്ഷം രൂപ ലത്തീഫ് ഈ അഫ്വാനും അമ്മയ്ക്കും കടം വീട്ടാനായി നൽകിയിരുന്നു. ഈ ഒന്നുമില്ലെങ്കിലും തങ്ങളുടെ രക്തബന്ധത്തിലുള്ള കുട്ടികളല്ലേ, അവർ ഇത്രയും കഷ്ടപ്പെടുകയല്ലേ എന്ന് ഓർത്തിട്ട് 10 ലക്ഷം രൂപ സഹായമായി നൽകിയിരുന്നു. അത് പെട്ടെന്നൊന്നും തന്നെ ഈ ലത്തീഫ് തിരിച്ചു ചോദിച്ചിരുന്നില്ല. പക്ഷേ ഉടനെ തന്നെ ഈ അഫ്വാൻ വിലപിടിപ്പുള്ള ബൈക്കും കാറും ഒക്കെ വാങ്ങിയ ഘട്ടത്തിൽ ഫോണും ഒക്കെ വാങ്ങിയപ്പോഴാണ് ചോദിച്ചത്, എവിടെയാണ് ഞങ്ങളുടെ പൈസ, നിങ്ങളുടെ കയ്യിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകേണ്ടതുണ്ട് എന്ന് ലത്തീഫ് നിരന്തരം അഫ്വാനോട് ആവശ്യപ്പെട്ടിരുന്നു. അഫ്വാനോടും ഉമ്മയോടും ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ കയ്യിൽ കാശില്ലാതിരിക്കുമ്പോൾ എന്തിനീ ആർഭാട ജീവിതം എന്ന് ചോദിച്ച് നിരന്തരമായി കുറ്റപ്പെടുത്തുമായിരുന്നു. അതായത് പിതാവ് നാട്ടിലില്ലാത്തതിനാൽ തന്നെ, അതായത് സ്വന്തം സഹോദരൻ ഇല്ലാത്തതിനാൽ തന്നെ സഹോദരന്റെ കുടുംബം ഇങ്ങനെ ദൂർത്തടിച്ച് കുത്തുവാള എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് സഹായവും ഒപ്പം അതുപോലെ തന്നെ ഉപദേശവും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മുടെ കുടുംബത്തിലും ഒക്കെ തന്നെ പ്രായമായ വ്യക്തികളുണ്ട്. പ്രായമായ വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ഇടത്തര മധ്യവയസ്കരുണ്ട്. അവരൊക്കെ തന്നെ കൃത്യമായി എല്ലാത്തിനും എന്തിനും ഏതിനും ഉപദേശിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ ഉപദേശിച്ചതോ പറഞ്ഞതോ ഒന്നും തന്നെ ഒരു തെറ്റായി മാറുന്നില്ല. കാരണം എന്ന് പറയുന്നത് അത് കൃത്യമായി, അതായത് ഒരു ഉപ്പായുടെ അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥന്റെ ഒരു പിടിബലം ആ വീട്ടിൽ ഇല്ലാത്തതിന്റെ എല്ലാം കാണുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ അഫ്വാൻ, അതായത് സാധാരണഗതിയിൽ ഈ പിതാവൊക്കെ തന്നെ ഗൾഫിലുള്ള കുടുംബത്തിൽ അമ്മമാർ നല്ല രീതിയിലാണ് കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്നത്. സാമ്പത്തികപരമായിട്ടായിരുന്നാലും ശരി, നമ്മുടെ കേരളത്തിൽ പകുതിയിലധികം കുടുംബങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. അതായത് ഗൃഹനാഥൻ ഗൾഫിൽ ജോലിക്ക് പോകുമ്പോൾ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഗൾഫിൽ നിന്നും ഗൃഹനാഥൻ കൃത്യമായി പണം അയക്കുമ്പോൾ ആ പണം എവിടെയൊക്കെയാണ് ചെലവഴിക്കേണ്ടത് കൃത്യമായി നോക്കി അതിലൊരു 10 രൂപയെങ്കിലും മിച്ചം പിടിച്ച ഒരു സേവിങ്സ് എന്ന പോലെ അതിനെ മിച്ചം പിടിച്ച കുടുംബം നന്നായി പോറ്റിക്കൊണ്ടു പോകുന്ന കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്, നമ്മുടെ അയൽപക്കങ്ങളിൽ പോലും ഉണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇവിടെ കൃത്യമായുള്ള പൈസ അയക്കുന്നത്, അതായത് കൃത്യമായി മാസം കാശ് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഗൾഫിൽ നിന്നുണ്ട്. പ്രത്യേകിച്ച് വരുമാനം ഇല്ലാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ആഡംബര ജീവിതം ഒരിടത്ത് നിന്ന് മറിച്ച് മറ്റൊരിടത്ത് കടം കൊടുക്കുന്നു, മറ്റൊരാളുടെ 30 പവൻ സ്വർണം വാങ്ങി കടം വെക്കുന്നു, എന്തിനേറെ പറയുന്നു വീടിന്റെ പ്രമാണമടക്കം പണയം വെക്കുന്നു. അങ്ങനെ പലതരത്തിലുമുള്ള കടം വാങ്ങിക്കൂട്ടി റോൾ ചെയ്ത് മുടിഞ്ഞു പോകുന്ന തന്റെ സഹോദരന്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാനായി ശ്രമിക്കുക ചെയ്തു. പക്ഷേ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോഴാണ് വലിയ ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിലാണ് അഫ്വാൻ ഇയാളെ കൂടി കൊല്ലാം എന്നുള്ള, അല്ലെങ്കിൽ ഈ ലത്തീഫിനെയും കൂടി കൊല്ലാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും ഇന്ന് എത്തിച്ചിരിക്കുകയാണ്. അഫ്വാനെ സത്യത്തിൽ പോലീസ് സംഘത്തിന് പേടിയാണ്. കാരണം എന്തും ചെയ്യാൻ മടിക്കില്ല. നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്വന്തം കാക്കി മറന്ന് ഒന്നും ചെയ്യില്ല. കാരണം ഒന്ന് തല്ലിയാലോ അഫ്വാൻ എന്തായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി പറയുക എന്നറിയില്ല. അങ്ങനെ അഫ്വാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോലീസിന്റെ പണി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം വീട് ലോണെടുത്തായിരിക്കും ഒരു പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥർ നിർമ്മിച്ചിട്ടുണ്ടാവുക. EMI മാസാമാസം ഉണ്ടാകും. എന്തിന് സ്വന്തം കാക്കി കളങ്കം ഉണ്ടാക്കണം എന്ന ഒരു ഇതിൽ അവർ ഒന്നും തന്നെ ചെയ്യാതെ അഫ്വാനെ ഭയന്ന് ഇപ്പോൾ ബോംബ് സ്ക്വാഡിനെ അടക്കം എത്തിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ ലത്തീഫിന്റെ മൊബൈൽ ഫോൺ, അതായത് ഈ കൊലപാതകം നടത്തുന്ന ഘട്ടത്തിൽ ലത്തീഫിന്റെ മൊബൈലിലേക്ക് ആദ്യം ഒരു ഫോൺ സന്ദേശം വന്നിരുന്നു. അതായത് നമ്മൾ എല്ലാവരും തെറ്റിദ്ധരിച്ചത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ലത്തീഫിനെ കൊലപ്പെടുത്തുന്നു. എന്നിട്ടും രാത്രി അല്ലെങ്കിൽ 7 മണിയോടുകൂടി പോലീസ് സംഘം വിവരം അറിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുന്നത് വരെ ആരും എന്തുകൊണ്ട് ഈ കാര്യം അറിഞ്ഞിരുന്നില്ല. ലത്തീഫിനൊന്നും മൊബൈൽ ഫോണിൽ പോലും ആരും എന്തുകൊണ്ടൊന്നും വിളിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെയാണ് ലഭിക്കുന്നത്. അതായത് ഈ കൊലപാതകം നടത്തിയതിന് പിന്നാലെ തന്നെ ഇറങ്ങി വന്ന അഫ്വാൻ കേട്ടത് ഈ ലത്തീഫിന്റെ മൊബൈൽ ശബ്ദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ മൊബൈൽ ഫോൺ കൈക്കലാക്കുന്നു. ശേഷം ഹലോ എന്ന അഫ്വാനും സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു സംസാരം കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം മൊബൈൽ ഫോൺ വലിച്ചെറിയുകയാണ് ചെയ്തത്. ഈ മൊബൈൽ ഫോൺ ഒരു കുഴിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. വീടിന്റെ അടുത്തോട് ചേർന്ന ഒരു കുഴിയിലേക്കാണ് വലിച്ചെറിഞ്ഞത്. ഈ മൊബൈൽ ഫോൺ കൂടി കണ്ടെത്താൻ കൂടിയാണ് ബോംബ് സ്ക്വാഡിന്റെ സഹായം കൂടി പോലീസ് സംഘം തിരയുന്നത്.
പിതൃ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയത് സ്ഥിരമായുള്ള കുത്തുവാക്കുകളിൽ മനംനൊന്താണെന്നാണ് പ്രതി അഫ്വാൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചത് നിങ്ങളാണ് എന്ന് അഫ്വാൻ ലത്തീഫിനോട് പറഞ്ഞിരുന്നു. സോഫയിലിരുന്ന ലത്തീഫിന്റെ എതിർവശത്ത് വന്നിരുന്ന അഫ്വാൻ പെട്ടെന്ന് ബാഗിൽ നിന്നും ചുറ്റികയെടുത്ത് തലക്കടിക്കുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ ലത്തീഫിന്റെ ഭാര്യ സജിദ ബീവി നിലവിളിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ഓടി. പുറകെ ഓടിയ അഫ്വാൻ സജിദ ബീവിയെയും അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഈ സമയം ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നതോടുകൂടി അഫ്വാൻ ആ ഫോണും കൈക്കലാക്കി. സംഭവശേഷം പുറത്തേക്ക് ഇറങ്ങിയ അഫ്വാൻ ലത്തീഫിന്റെ ഫോൺ സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അഫ്വാൻ ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലം പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സജിദ ബീവിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും വിവരം പുറത്തറിയുമെന്നതിനാലാണ് അവരെയും കൊലപ്പെടുത്തിയത് എന്നുമാണ് അഫ്വാൻ പറഞ്ഞത്. അഫ്വാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടുകൂടി വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു. ആർഭാട ജീവിതങ്ങൾ കടങ്ങൾ പെരുകാൻ കാരണമായെന്നും ഷെമിയോടും അഫ്വാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു. ലത്തീഫിന് 80,000 രൂപയോളം ഷെമി കടം നൽകാനുണ്ടായിരുന്നു. ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്നും ലത്തീഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്നും അഫ്വാൻ പറയുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ബന്ധുക്കൾ ഉൾപ്പെടെ മറ്റ് 4 പേരുടെയും കൊലപാതക വിവരം പ്രതിയുടെ മാതാവ് ഷെമിയെ ഡോക്ടർമാർ അറിയിച്ചു എന്ന വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. ഇളയ മകൻ അഫ്വാന്റെ മരണവിവരം മാത്രമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇത് കേട്ടതോടുകൂടി ഷെമിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതോടുകൂടി മറ്റുള്ളവരുടെ മരണവിവരവും കൂടി അറിയിച്ചിരുന്നില്ല. അഫ്വാനെ കൂടാതെ ഷെമിയുടെ ഈ ഭർത്തൃ മാതാവ് സൽമ ബീവി, ഭർത്തൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഭാര്യ സജിദ ബീവി, അഫ്വാന്റെ സുഹൃത്ത് ഫർസാന എന്നിവരാണ് ഷെമിയെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ ഇവരുടെയൊക്കെ തന്നെ മരണവിവരമാണ് അറിയിച്ചിരിക്കുന്നത്.